ഈ കാഴ്ചകളെല്ലാം ഇവർക്ക് പുതിയ അനുഭവങ്ങളാണ്. കാറ്റിൽ തേയില മണക്കുന്ന പൊന്മുടിയുടെ കാടും മലയും കണ്ടു വളർന്നവർ കലോത്സവ നഗരിയിലെ കാഴ്ചകൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. പൊന്മുടി സർക്കാർ UP സ്കൂളിലെ കുട്ടികൾ ആശങ്കയിലാണ്. തങ്ങളുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് മറ്റൊരു കലോത്സവ വേദിയിൽ എത്താനാകുമെന്ന പ്രതീക്ഷ ഇവർക്കില്ല. നമ്മുടെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വനഭൂമിയും സ്കൂൾ ഭൂമിയും തമ്മിലുള്ള ഒരു തർക്കം അത് 1964 ഉണ്ടായതാണ്. അത് ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് നമ്മുടെ സ്കൂളിൽ. അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ കമ്മീഷനൊക്കെ ഇടപെട്ട് ഒരു താൽക്കാലികമായിട്ടൊരു ഫെൻസിങ് ആയിട്ടുണ്ട്. അതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു ചുറ്റുമതിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. കേട്ടറിവ് മാത്രമുള്ള മന്ത്രിയെ കണ്ടതോടെ കുട്ടികൾ അധ്യാപകരെ കൂട്ടി ആശങ്ക പങ്കുവയ്ക്കാനെത്തി. അധ്യാപകരാണ് പാഠപുസ്തകത്തിന് പുറത്തുള്ള കാഴ്ചകൾ ഇവർക്ക് കാട്ടിയത്. മടങ്ങും മുമ്പ് കലോത്സവ വേദി കീഴടക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. കലോത്സവം എങ്ങനെയുണ്ട്? വീട്ടിൽ പോയിട്ട് എല്ലാവരോടും പറയോ കലോത്സവം കണ്ട് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറയോ? ഇപ്പൊ ഈ അമ്മയോട് എന്തോ പറയും? മത്സരവേദിയിലെത്തി മത്സരങ്ങൾ കണ്ടു, മന്ത്രിയെ കണ്ടു. പ്രതീക്ഷയോടെ അവർ മടങ്ങുകയാണ്. ഇതേ വേദിയിൽ അവരുടെ കലാപരിപാടികൾ നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയോടെ. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.